الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا ما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الناس أوصيكم أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد أوحي إليك وإلى الذين من قبلك لئن أشركت ليحبطن عملك ولتكونن من الخاسرين. ഏറ്റവും സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന നിയമനിർദ്ദേശങ്ങൾ, അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളായി മുഖലിസുകളായി ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും എവരോടും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും തൗഹീദ് കൈവിടാതെ ആരുടെ അമർഷത്തിൻ്റെ മുമ്പിലും പരിഹാസത്തിൻ്റെ മുമ്പിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹനീയമായ തൗഹീദ് കാത്തു സൂക്ഷിക്കുന്ന യഥാർത്ഥ മുവഹ്ഹിദുകളിൽ അല്ലാഹു നമ്മെ ഒക്കെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ കാലത്തും മുസ്ലിമീങ്ങളോട് മറ്റുള്ള ആളുകൾക്ക് അമർഷമുണ്ടായത് തൗഹീദിന്റെ പേരിലാണ്. ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്നും പുറത്തു നിന്നുമൊക്കെ ഈ ആദർശ പ്രബോധനത്തിന്റെ മഹിമയെ കെടുത്തുകളയാൻ വലിയ വലിയ വില്ലാളി വീരന്മാർ കടന്നു വന്നിട്ടുണ്ട്. ഈ അടുത്ത ദിവസം വഖഫ് നിയമ ഭേദഗതിക്കെതിരെ ഞങ്ങളൊക്കെ ഒറ്റക്കെട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ഒരു സമ്മേളനം സംഘടിപ്പിക്കുകയും ആ സമ്മേളനത്തിലെ ഏറ്റവും പ്രധാനമായ മുദ്രാവാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താക്കളെ എങ്ങനെ ഈ നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കാം എന്നതിനെ കുറിച്ചായിരുന്നു. വഖഫ് നിയമ ഭേദഗതി അത് രണ്ടാമത്തെ അജണ്ടയായിട്ടാണ് പലരുടെയും പ്രഭാഷകന്മാരും കൊണ്ടുവന്നിട്ടുള്ളത്. തൗഹീദിന്റെ വക്താക്കളെ ഇല്ലായ്മ ചെയ്യണം, അവരെ നമുക്ക് കെട്ടുകെട്ടിക്കണം, അവരെ ഈ നാട്ടിൽ നിന്ന് നാട് കടത്തണം, അതിന് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാകണം, അവരെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയാണ് നമ്മുടെ ഈ സംഘടനകളൊക്കെയും ഉണ്ടായിട്ടുള്ളത് എന്നിട്ട് വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിനെയും ദുർവ്യാഖ്യാനം ചെയ്തു. വഅ്തസിമൂ ബിഹബിലില്ലാഹി ജമീഅ, നിങ്ങൾ എല്ലാവരും അല്ലാഹുവിന്റെ കയറിനെ മുറുകെ പിടിക്കണം. വലാ തഫറഖു, ആരും ഛിന്ന ഭിന്നമായി പോകരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആമുഖത്തിൽ ഈ ഒരു വിഷയം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത്, ഏത് കാലത്തും തൗഹീദിന്റെ വക്താക്കൾ മുവഹ്ഹിദുകൾക്ക്
പൂച്ചെണ്ടുകൾ പരസ്പരം കൈമാറി വന്നവരല്ല നമ്മളും നമ്മുടെ മുൻഗാമികളുമൊക്കെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ ഭൗതികമായ നേട്ടങ്ങൾ നമുക്കൊന്നും ഉണ്ടായിട്ടില്ല. ബഹിഷ്കരണങ്ങളും പീഡനങ്ങളും ഒറ്റപ്പെടുത്തലുകളും തന്നെയാണ് അന്നും ഇന്നും എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം പരിഹാസങ്ങളും വിമർശനങ്ങളും ഒന്നും മുവഹ്ഹിദുകളാകുന്ന ആളുകൾക്ക് ഒരു പുത്തരിയല്ല എന്ന് നമുക്കൊക്കെ അറിയാം. വ്യക്തിപരമായ കുടുംബപരമായ വിയോജിപ്പുകളല്ല മുവഹ്ഹിദുകളാകുന്ന ആളുകളെ നാടുകടത്തുകയും അവരെ ഒറ്റപ്പെടുത്തുകയും ചെയ്യാൻ നമ്മളെല്ലാവരും ഒന്നാകണം എന്ന് പറയാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത്. മറിച്ച് നാം മുന്നോട്ട് വെക്കുന്ന ഒരു മഹത്തായ ആശയമുണ്ട്, ഒരു ആദർശമുണ്ട്. ആ ആദർശത്തിന്റെ മഹിമയാണ്, ആ ആദർശമാണ് നമ്മളെ ശത്രുക്കളായി കാണാൻ എല്ലാവരെയും പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം വിമർശനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പലരും തൗഹീദ് വിട്ട് ഇനി നമ്മളൊന്നും പറയേണ്ടതില്ല, നമുക്കൊന്നും മിണ്ടാതിരിക്കാം, അതാണ് ഈ കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്നത് എന്ന് പറഞ്ഞ് ഉൾവലിയുകയല്ല നമ്മൾ വേണ്ടത്. മറിച്ച് ആ തൗഹീദിന്റെ മാധുര്യം എനിക്കും നിങ്ങൾക്കും നുകരാൻ കഴിഞ്ഞുവെങ്കിൽ ആ തൗഹീദ് മറ്റുള്ളവരിലേക്ക് ഇപ്പോ ഇതുവരെ നമ്മൾ പറഞ്ഞതിനേക്കാളും അതിശക്തമായി ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മറ്റു ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ്. എന്തുകൊണ്ട്? ഈ ലോകത്തെ വിവിധങ്ങളായ സൃഷ്ടികളുണ്ട്. മനുഷ്യർ മാത്രമല്ല, വിവിധ സൃഷ്ടികളുണ്ട്. എന്തിനു വേണ്ടിയാണ് റഹ്മാനായ റബ്ബ് ഈ സൃഷ്ടികളെയൊക്കെ സൃഷ്ടിച്ചത്? അതിന്റെ വളരെ പ്രധാനമായിരിക്കുന്ന ലക്ഷ്യം തൗഹീദാണ്. എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചത് അള്ളാഹുവിന്റെ ഈ ഏക ദൈവാരാധന പൂർത്തീകരിക്കുക എന്നതാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നിന്ന്, തൗഹീദിൽ നിന്ന് ഒരാള് രക്ഷപ്പെട്ടു പോവുകയും ആ തൗഹീദ് ഒഴിവാക്കുകയും ചെയ്താൽ എന്നെയും നിങ്ങളെയും അള്ളാഹു എന്തിനാണോ പടച്ചത്, എന്തിനാണോ അള്ളാഹു നമുക്ക് സമ്പത്ത് നൽകിയത്, നമുക്ക് ആരോഗ്യം നൽകിയത്, ആ റഹ്മാനായ റബ്ബിന്റെ ലക്ഷ്യത്തെ അവഗണിക്കുകയാണ് മനുഷ്യർ ചെയ്യുന്നത്. ഖുർആൻ കൃത്യമായി പറഞ്ഞതാണ്, വമാ ഖലഖതു, നിന്നെ ഞാൻ പടച്ചിട്ടില്ല. അള്ളയാ പറയണ, ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. നിനക്ക് ഞാൻ ഭക്ഷണം തരുന്നില്ല, നിനക്ക് ഞാൻ വെള്ളം തരുന്നത്, വായു തരുന്നത്, നിനക്ക് ആരോഗ്യം നൽകുന്നത്, നിനക്ക് ലോകത്തിന് അനുഭവിക്കുന്ന ഏതെല്ലാം സംവിധാനങ്ങളുണ്ടോ ആ സംവിധാനങ്ങളൊക്കെ നിനക്ക് ഞാൻ നൽകിയത്. ആർക്ക്? പ്രത്യേകിച്ച് അല്ലാഹു പറഞ്ഞു രണ്ട് വിഭാഗത്തെ, അൽ ജിന്ന വൽ ഇൻസ, മനുഷ്യർക്കും ജിന്നുകൾക്കും. അവർക്ക് ഞാൻ എല്ലാം നൽകിയിട്ടുള്ളത്, അവരെ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത് ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് റഹ്മാനായ റബ്ബ് തൗഹീദിനെ അതിന്റെ ലക്ഷ്യം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ തൗഹീദുള്ളവരായി തീരുക എന്നതാണ് റഹ്മാനായ റബ്ബ് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം തന്നെ. എന്നാൽ ഒരാള് മുസ്ലിമാകണമെങ്കിൽ ഈ തൗഹീദ് ഉൾക്കൊള്ളുന്നവരാകണം. തൗഹീദ് ഇല്ലാത്ത ഒരാൾക്ക് ഇസ്ലാമിൽ പ്രവേശനം കിട്ടുകയില്ല. അവൻ എത്ര വലിയ ആളാണെങ്കിലും, എത്ര വലിയ സംഘടനയുടെ ആളാണെങ്കിലും, അവർക്ക് ജനങ്ങളിൽ എത്ര ജനസമ്മതിയുള്ളവനാണെങ്കിലും, അവനിക്ക് എത്ര ആൾഫലമുള്ള ആളാണെങ്കിലും, അവരെല്ലാം കൂടെ ഒറ്റക്കെട്ടായി വലിയ സംഘങ്ങളായി മാറിയാലും തൗഹീദില്ലാത്ത ആളുകൾക്ക് ഒരിക്കലും ഇസ്ലാമിൽ പ്രവേശനമില്ല എന്നത് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിച്ചതാണ്. അപ്പോൾ ഇസ്ലാമിലേക്ക് പ്രവേശനം എന്തുകൊണ്ട് മാത്രമേ കിട്ടൂ? ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് മാത്രമേ കിട്ടൂ, തൗഹീദ് കൊണ്ട് മാത്രമേ കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ഒരാള് അംഗീകരിക്കുമ്പോഴാണ് ഒരാള് മുസ്ലിമായി തീരുന്നത്. അല്ലാതെ നമ്മുടെ പേര് കൊണ്ടോ ബാപ്പയും ഉമ്മയും മുസ്ലിമായി എന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയിൽ പ്രവർത്തിച്ചു എന്നത് കൊണ്ടോ ഒന്നും കിട്ടുന്ന ഒന്നല്ല ഇസ്ലാം. മറിച്ച് ഒരാള് മുസ്ലിമാകണമെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്ക് അർഹനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് നാവ് കൊണ്ട് പറഞ്ഞാൽ പോരാ, അത് നമ്മുടെ മനസ്സിൽ
രൂഢമൂലമാകണം, അത് കൃത്യമായി വിശ്വസിക്കണം. അതുപോലെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ റസൂലാണെന്നും ആരാധനയ്ക്ക് അർഹനായി അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹും മറ്റൊരു സൃഷ്ടിയും ഇല്ല എന്ന് വിശ്വസിക്കുക എന്നതോടൊപ്പം നാവ് കൊണ്ട് പ്രഖ്യാപിക്കുകയും അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുമ്പോഴാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാനും നിങ്ങളും ഇസ്ലാമാകുന്നത്, മുസ്ലിമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്റെയും നിങ്ങളെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് തൗഹീദിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. നമ്മുടെയൊക്കെ ഒന്നാമത്തെ നിർബന്ധ ബാധ്യത, നാം നിസ്കരിക്കുന്നതിന് മുമ്പ്, നാം നോമ്പ് തോൽക്കുന്നതിന് മുമ്പ്, നാം മറ്റുള്ള ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനേക്കാളൊക്കെയും പ്രധാനം ആദ്യമായി ഉണ്ടാകേണ്ടത് തൗഹീദാണ്. തൗഹീദില്ലാത്ത ഒരു വ്യക്തി അവൻ ദീർഘമായി നിസ്കരിച്ചാലോ, അവൻ നോമ്പ് നോറ്റാലോ, അതല്ല ഖുർആൻ പാരായണവും ദിക്റുകളും എല്ലാമായി അവൻ കഴിയുന്നു, ഏത് സമയത്തും സൽപ്രവർത്തനങ്ങളിൽ അവൻ മുഴുകിയവനാണ്. പക്ഷേ തൗഹീദില്ല, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനാണ് ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് പറയുന്നുണ്ട്. പക്ഷേ അവന്റെ വിശ്വാസത്തിൽ അതില്ല, അവന്റെ കർമ്മങ്ങളിൽ മുഹമ്മദ് റസൂലുള്ളാഹ് ഇല്ലെങ്കിൽ ഒരിക്കലും അവന്റെ പ്രവർത്തനം അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. നമ്മുടെ ഒന്നാമത്തെ ബാധ്യത തൗഹീദുള്ളവരായി തീരുക, മുവഹ്ഹിദാവുക എന്നതാണ്. അതുകൊണ്ടാണ് മുആദ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ് യമനിലേക്ക് പ്രബോധകനായി നിയോഗിച്ചപ്പോ ആദ്യമായി മഹാനായ മുആദിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഇന്നക തഅതി ഖൗമൻ മിൻ അഹ്ലിൽ കിതാബി, വേദക്കാരാകുന്ന ആളുകളുടെ അടുത്തേക്കാണ് മുആദേ നീ പോകുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ആദ്യമായി അവരെ നിസ്കരിപ്പിക്കണമെന്നല്ല, അവർക്ക് ഒരുപാട് സാമ്പത്തികമായ സഹായം നീ ചെയ്യണമെന്നല്ല, അവർക്ക് നീ കാരുണ്യ പ്രവർത്തനം ചെയ്തു കൊടുക്കണമെന്നല്ല. നീ യമനിലെത്തിയാൽ ആ ജനങ്ങളെ കണ്ടുമുട്ടിയാൽ അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്ന ആ മഹനീയമായ ഷഹാദത്തിലേക്ക്, ആ ആദർശത്തിലേക്ക് അവരെ ക്ഷണിക്കുകയാണ് നീ വേണ്ടത്. ആദ്യമായി അവരെ ക്ഷണിക്കേണ്ടത് തൗഹീദിലേക്കാണ്. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വം മരണപ്പെടുന്നത് വരെയും നമ്മൾ മുവഹ്ഹിദാവുക എന്നതും ആ തൗഹീദിന് വേണ്ടി ശബ്ദിക്കുക എന്നതും, ആരുടെയും കുത്തുവാക്കുകൾ നമ്മൾ ചെവി കൊടുക്കേണ്ടതില്ല. കുത്തുവാക്കുകൾ എത്ര പറയുന്നുവോ അതിനേക്കാളും അതിശക്തമായി തൗഹീദ് പറയുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടവരാണ് എന്നാണ് ഈ ഹദീസിൽ നിന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. തൗഹീദുള്ളവരായി മാറണം. മുസ്ലിമാകുന്നത് തൗഹീദ് കൊണ്ടാണ്. അവന്റെ ജീവിതം മുഴുവൻ തൗഹീദ് ഉണ്ടാകണം എന്ന് മാത്രമല്ല, നമ്മുടെ അവസാനം പോലും തൗഹീദുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഒരു നിമിഷ നേരം പോലും ആ തൗഹീദിനൊരു ഇടർച്ചയുണ്ടാകരുത്, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു പുഴുക്കുത്തുണ്ടാകരുത്. അവസാന നിമിഷം മൻ മാത വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, സ്വർഗ്ഗത്തിലെത്താൻ കഴിയണമെങ്കിൽ, അവിടെ പ്രവേശനം ലഭ്യമാകണമെങ്കിൽ തൗഹീദിന്റെ വാക്യാക്കളാകണം. അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്ന് പറഞ്ഞാൽ എന്നല്ല അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് പാടുന്നവരെന്നല്ല, പറയുന്നവരെന്നല്ല, യഅലമു അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്ന് കൃത്യവും വ്യക്തവുമായി മനസ്സിലാക്കുകയും അവന്റെ ആരാധന മുഴുവനും അല്ലാഹുവിന് മാത്രം സമർപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് ഒരാൾ മരണപ്പെടുന്നതെങ്കിൽ ദഖലൽ ജന്ന, അവർക്ക് സ്വർഗ്ഗമുണ്ട് എന്ന് വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏകദൈവ വിശ്വാസികളാണ് എന്നതിൽ അഭിമാനിക്കുന്നവരാണ് നമ്മൾ. എന്തിനേക്കാളും നമ്മുടെ കച്ചവടത്തെ കുറിച്ച്, നമ്മുടെ തറവാടിനെ കുറിച്ച്, നമ്മുടെ സംഘടനകളെ കുറിച്ച് അഭിമാനിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്കും നിങ്ങൾക്കും അഭിമാനം ഉണ്ടാകേണ്ടത് ഇവിടെ ഒരുപാട് ആളുകൾ ശിർക്ക്, ബിദ്അത്ത്, ഖുറാഫാത്തുകളിൽ, അന്ധവിശ്വാസങ്ങളിൽ അഭിരമിച്ചു നടക്കുമ്പോ ആരാണ് നിന്റെ റബ്ബ് എന്ന് ചോദിക്കുമ്പോ എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ റബ്ബാണെന്ന് പോലും കൃത്യമായ ഉത്തരം പറയാൻ കഴിയാത്തവൻ, ലോകം നിയന്ത്രിക്കുന്നതാരെന്ന് ചോദിക്കുമ്പോ, മഴ വർഷിപ്പിക്കുന്നതാര് എന്ന് ചോദിക്കുമ്പോ, രോഗം സുഖപ്പെടുത്തുന്നതാര് എന്ന് ചോദിക്കുമ്പോ, നിന്റെ പ്രശ്നങ്ങളും നിന്റെ പ്രയാസങ്ങൾക്കും പരിഹാരം നൽകുന്നതാര് എന്ന് ചോദിക്കുമ്പോ അല്ലാഹ് എന്ന് ഉത്തരം നൽകാൻ കഴിയുന്ന
ആ മഹാഭാഗ്യശാലികളാണ് ഞാനും നിങ്ങളും. എന്നാൽ നമ്മുടെ കൂട്ടത്തിൽ അല്ലാഹ് എന്ന ധൈര്യസമേതം അള്ളാഹു മാത്രമാണെല്ലാം എന്ന് മറുപടി പറയാൻ കഴിയാതെ മറ്റു പല ഔലിയാക്കളും അമ്പിയാക്കളും ശൈഖന്മാരും ബീവിമാരും ഒക്കെയാണ് അത്തരം കാര്യങ്ങൾ ചെയ്തു തരുന്നത് എന്ന് വിശ്വസിക്കുന്ന ആ ആളുകളുടെ ഇടയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മുവഹ്ഹിദാണ് ഞാനെന്ന് പറയാൻ എന്തിനേക്കാളും അഭിമാനത്തോടുകൂടെ ആരുടെ മുമ്പിലും ഏതൊരു ശത്രുവിന്റെ മുമ്പിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനും അതിൽ അഭിമാനിക്കുവാനും എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട്. എല്ലാവരും പറയുന്നത് ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആളുകളാണ്, ഞങ്ങൾ അല്ലാഹുവിനെ മാത്രമേ വിളിച്ചു തേടുന്നു എന്നതാണ്. പക്ഷേ നാവ് കൊണ്ട് പറയുന്നതിനേക്കാൾ അപ്പുറം വിശുദ്ധമായ പ്രമാണങ്ങളിൽ നിന്ന് റഹ്മാനായ റബ്ബിനെ മാത്രം ആരാധിക്കുന്നത് എങ്ങനെ എന്ന് മനസ്സിലാക്കി അള്ളാഹുവിനെ അടുത്തറിയുവാനും അവനെ കൂടുതൽ മനസ്സിലാക്കുവാനും ഭാഗ്യം ലഭിച്ചിട്ടുള്ള ആളുകളാണ് ഞാനും നിങ്ങളും. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ ആ തൗഹീദിൽ ആദർശത്തിൽ ഉറച്ചു നിൽക്കുകയോ കഴിവിന്റെ പരമാവധി നാം ബന്ധപ്പെടുന്ന ആളുകൾ, നാം പരിചയപ്പെട്ടിരുന്ന ആളുകൾ, നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾ ഇത്തരം അനാചാരങ്ങളിലും തൗഹീദിൽ നിന്ന് അകന്നു പോയവർ അതിനെ പരിഹസിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് എത്തിച്ചു കൊടുക്കാവുന്ന ആ അർത്ഥങ്ങളിലെല്ലാം അതിനെ എത്തിച്ചു കൊടുക്കൽ നമ്മുടെയൊക്കെ ബാധ്യതയായി നാം ഏറ്റെടുക്കേണ്ടതുണ്ട്. അതോടുകൂടെ നാം അറിയുക, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലില്ലാതെ ആരാധ്യനാര് എന്ന് ചോദിക്കുമ്പോ, മഴ വർഷിപ്പിക്കുന്നതാര് എന്ന് ചോദിക്കുമ്പോ മുഹ്യിദ്ദീൻ ശൈഖാണെന്ന് പറയുന്നവരുണ്ട്. രോഗം സുഖപ്പെടുത്തുന്നവർ ആര് എന്ന് ചോദിക്കുമ്പോ മറ്റു പല ബീവിമാരുടെയും മറ്റു പല ബാബുമാരുടെയും പേരുകൾ പറയുന്ന സമൂഹമുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്തരം ആളുകളുടെ വേഷങ്ങളും അവരുടെ ഭൂഷാദികളും അവരുടെ കർമ്മങ്ങളും ഒരുപക്ഷെ നമ്മളെക്കാൾ വലിയ കർമ്മം ചെയ്യുന്നവരാണ്, നിസ്കാരത്തയമ്പുള്ളവരാണ്, കൃത്യമായി ജമാഅത്തിൽ പങ്കെടുക്കുന്നവരാണ്, ദിക്റുകളും സ്വലാത്തുകളും ചെയ്യുന്നവരാണ്, കാരുണ്യ പ്രവർത്തനങ്ങളിൽ അവരവരുടെ മുമ്പിലാണ്. പക്ഷേ ആദ്യം വേണ്ടതില്ല. ആദ്യം വേണ്ടത് എന്താ? തൗഹീദ്. ആ തൗഹീദ് ഇല്ലാതെ എന്ത് ചെയ്തിട്ടും കാര്യമില്ലെന്ന് പറയുന്നതാരാ? വിശുദ്ധമായ ഖുർആനാ പറയുന്നത്. നമ്മുടെയൊക്കെ കർമ്മം സ്വീകരിക്കണമെങ്കിൽ ആദ്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കണം, തൗഹീദുള്ളവരായി മാറണം. വിശുദ്ധ സൂറത്തുൽ അൻആമിലെ 88ാമത്തെ ആയത്തിന്റെ മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല വേദഗ്രന്ഥങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതേ പ്രകാരം പ്രവാചകന്മാരെ എന്തിനു വേണ്ടി നിയോഗിച്ചു എന്ന് പറയുന്നുണ്ട്. അതെല്ലാം പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു കാര്യം സൂറത്തുൽ അൻആമിലെ 88ാമത്തെ ആയത്തിൽ, വലൗ അശ്റകു, അവർ ശിർക്ക് ചെയ്താൽ. ആരെ കുറിച്ചാ അവരെന്ന് പറഞ്ഞത്? സാധാരണ ലോക്കൽ എന്നെ പോലെ നിങ്ങളെ പോലെയുള്ള മുസ്ലിമീങ്ങളെ കുറിച്ചല്ല, മറിച്ച് പ്രവാചകന്മാരെ കുറിച്ചാ പറയുന്നത്. മഹാരഥന്മാരാകുന്ന പ്രവാചകന്മാരെ കുറിച്ചല്ല പറയാ. വലൗ അശ്റകു, അവരാണ് തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചു പോയതെങ്കിൽ, അവരാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മറന്നു ജീവിച്ചതെങ്കിൽ, അവരുടെ ഈമാനിലാണ് പുഴുക്കുത്ത് സംഭവിച്ചതെങ്കിൽ, ലഹബിത അൻഹും മാ കാനൂ യഅമലൂന, അവര് ചെയ്ത മുഴുവൻ പ്രവർത്തനങ്ങളും നഷ്ടപ്പെട്ടു പോകും, പൊളിഞ്ഞു പോകുമെന്ന് അല്ലാഹു തആല പറയുന്നു വ്യക്തമായി വിശുദ്ധ ഖുർആനിൽ. മറ്റൊരായത്തിൽ സൂറത്തു സുമറിലെ 65ാമത്തെ ആയത്തിലും അല്ലാഹു പറഞ്ഞു, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക, നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹിയോട് അല്ലാഹു പറയാ, വലഖദ് ഊഹിയ ഇലൈക, പ്രവാചകരെ മുഹമ്മദ് നബിയെ അങ്ങേക്ക് നാം വഹിയ് ബോധനം നൽകിയിട്ടുണ്ട്. വഇലല്ലദീന മിൻ ഖബ്ലിക, നിന്റെ മുൻ കഴിഞ്ഞു പോയ മുഴുവൻ പ്രവാചകന്മാർക്കും അള്ളാഹു നൽകിയിട്ടുള്ള വഹി എന്താ? ലഇൻ അശ്റകത, ആരോട്? ലോകത്ത് വന്ന മുഴുവൻ പ്രവാചകന്മാർക്കും അള്ളാഹു നൽകിയിട്ടുള്ള വഹി, ദിവ്യ സന്ദേശം. ലഇൻ അശ്റകത, നീ ശിർക്ക് ചെയ്തു പോയാൽ, നീ തൗഹീദില്ലാത്തവനായി മാറിയാൽ, ലയഹ്ബതുന അമലുക, നിന്റെ കർമ്മങ്ങളെല്ലാം പൊളിഞ്ഞു പോകും. ഒരു നിസ്കാരവും ഒരു നോമ്പും ഒരു പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കുകയില്ല. എല്ലാ കർമ്മങ്ങളും നഷ്ടപ്പെട്ടു പോകും. വലതകൂനന്ന മിനൽ ഖാസിരീന, അത്തരം ആളുകൾ പരാജയപ്പെട്ടു പോകുമെന്ന് വിശുദ്ധ ഖുർആൻ. അപ്പോൾ നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ ആദ്യമായി വേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിലൊരു സംശയവും ഉണ്ടാകരുത്. ആരെന്ത് പറഞ്ഞാലും, എത്ര കൊച്ചാക്കിയാലും പരിഹസിച്ചാലും,
പ്രിയപ്പെട്ടവരെ, നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നമ്മുടെ തൗഹീദിന് ആരാധനക്കർഹൻ എന്റെ നാഥൻ മാത്രമാണ്. എന്റെ സംരക്ഷകൻ അവനാണ്, എന്റെ സഹായി അവനാണ്, എന്നെ സൃഷ്ടിച്ചതവനാണ്, എനിക്ക് രോഗം തന്നതവനാണ്, അത് സുഖപ്പെടുത്തുന്നതവനാണ്. എന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അറിയാനും അതിന് പരിഹാരം നൽകാനും കഴിയുന്നത് അത് റഹ്മാനായ റബ്ബിനെ മാത്രമാണ് എന്ന ആ അചഞ്ചലമായ വിശ്വാസത്തിന് ഒരു തരിമ്പ് പോലും, ഒരു കടുമുക് മണിയെങ്കിലും ഒരു സംശയം എന്റെയും നിങ്ങളുടെയും മനസ്സുകളിൽ ഉണ്ടെങ്കിൽ ഇല്ല, അല്ലാഹ് പറയാ നമ്മുടെ എല്ലാ കർമ്മങ്ങളും റഹ്മാനായ റബ്ബ് അത് പൊളിച്ചു കളയും. അള്ളാഹു കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. രണ്ടാമത്തത്, പലപ്പോഴും പറയാറുള്ളത്, ഞങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നില്ല, അവരോട് ഞങ്ങൾ സഹായാർത്ഥന നടത്തുക മാത്രമാണ് ചെയ്യുന്നത്. അത് മുഖേന അവർ ഞങ്ങൾ നാളെ പരലോകത്ത് റഹ്മാനായ റബ്ബ് ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്ത്, അള്ളാഹു ഞങ്ങൾ നരകത്തിന്റെ അവകാശികളാണെങ്കിലും ആ നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തി മഹാന്മാര് സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്ന വിശ്വാസമാണ്. വിശുദ്ധ ഖുർആൻ അതിനെ പൊളിച്ചെഴുതുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നത്, നിങ്ങൾ വിചാരിച്ച നിങ്ങൾക്ക് ഈമാനില്ലാതെ, നിങ്ങൾക്ക് തൗഹീദില്ലാതെ മഹാന്മാരാകുന്ന അമ്പിയാക്കളും മൗലിയാക്കളും ബീബിമാരും ഒക്കെ നിങ്ങൾക്ക് ശുപാർശ ചെയ്യുമെന്നതാണ് നിങ്ങളുടെ വിശ്വാസമെങ്കിൽ, യൗമഇദിൻ, അന്നത്തെ ദിവസം, ലാ തൻഫഉ ശഫാഅതു ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാൻ, റഹ്മാനായ റബ്ബ് ആർക്ക് വേണ്ടിയാണോ ശുപാർശ ചെയ്യാൻ അനുവാദം കൊടുക്കുക, ആർക്ക് വേണ്ടിയാണോ ശുപാർശക്ക് അനുവാദം കൊടുക്കുക, ആർക്കാണോ അനുവാദം കൊടുക്കുക, അവർക്ക് മാത്രമേ ശഫാഅത്ത് ചെയ്യാൻ കഴിയൂ, അവർക്ക് വേണ്ടി മാത്രമേ ശഫാഅത്ത് ചെയ്യാൻ കഴിയൂ എന്ന് വിശുദ്ധ ഖുർആൻ വിവിധ ആയത്തുകളിലൂടെ പറഞ്ഞു. ഈ ആയത്തിന്റെ വിശദീകരണത്തിലും മഹാന്മാരാകുന്ന മുഫസ്സിറുകൾ പറയുന്നുണ്ട്, തൗഹീദില്ലാത്ത ഒരു മനുഷ്യനെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിന് പകരം ശിർക്കുകളിലേക്ക് അതിനെ പ്രചരിപ്പിക്കുകയോ അത്തരത്തിലേക്ക് തൗഹീദ് വിട്ടു പോവുകയും ചെയ്ത ഒരാൾക്ക് വേണ്ടിയും ഒരു പ്രവാചകനും ശഫാഅത്ത് ചെയ്യുകയില്ല, ഒരു മഹാന്മാരും ശുപാർശ ചെയ്യുകയില്ല. അങ്ങനെ ശുപാർശ ചെയ്യാൻ ഒരു പ്രവാചകന്മാർക്കും അല്ലാഹു അധികാരം കൊടുക്കുകയുമില്ല എന്ന് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ പറയുകയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ശുപാർശ വല്ല കാരണവശാലും ശിർക്കല്ലാത്ത വല്ല തെറ്റുകളും ചെറിയ തെറ്റുകളൊക്കെ ചെയ്ത് നരകത്തിലെത്തിയ ആളുകൾക്ക് വേണ്ടി ശുപാർശയുണ്ടാകുമെന്നത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. പക്ഷേ ശിർക്ക് ചെയ്ത ആളുകളെ, തൗഹീദില്ലാത്തവർക്ക് ഒരിക്കലും ശുപാർശയുണ്ടാവുകയില്ല എന്ന് വളരെ കൃത്യമായി ഖുർആൻ പഠിപ്പിച്ചു തരുന്നു. അപ്പോൾ തൗഹീദിന്റെ അഭാവത്തിൽ നരകമോചനം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശുപാർശ നിഷേധിക്കപ്പെടും. തൗഹീദില്ലെങ്കിൽ അവർക്ക് സ്വർഗം നഷ്ടപ്പെടും. തൗഹീദില്ലാത്ത ആളുകൾക്ക് അവർക്ക് നരകമായിരിക്കും. ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവർക്ക് നരകം നിർബന്ധമാണ്. അവർക്ക് നരകം നിർബന്ധമാണ്. അവർക്ക് സ്വർഗം അല്ലാഹു ഹറാമാക്കും. വമാ ലിൽവാലിമീന മിൻ അൻസാർ, ശിർക്ക് ചെയ്യുന്ന ആ അക്രമികളെ അല്ലാഹു സഹായിക്കുകയില്ല. അവർക്ക് ദുനിയാവിലോ ആഖിറത്തിലോ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവുകയില്ല എന്ന് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. അതേ പ്രകാരം മുവഹ്ഹിദുകളാകുന്ന ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് കഅബയുടെ പുനർനിർമ്മാണം നടത്തുവാൻ അല്ലാഹു പറഞ്ഞു. അതിനുശേഷം ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് അല്ലാഹു നടത്തിയ ഒരു കരാറ് സൂറത്ത് ഹജ്ജിലെ 26-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. അഥവാ കഅബയെ പ്രദക്ഷിണം ചെയ്യാൻ വേണ്ടിയോ അതല്ലെങ്കിൽ റുകൂഉം സുജൂദും നിസ്കാരത്തിനൊക്കെ ആയിട്ട് ഈ കഅബാലയത്തിലേക്ക് നിസ്കാരത്തിന് വേണ്ടി വരുന്ന ആളുകൾ, അത്തരം ആളുകൾ അവർക്ക് സുഖകരമായി റഹ്മാനായ റബ്ബിനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടി, അല്ലാ തുശ്രിക് ബി ശൈആ, ഒരു വസ്തുവിനെയും ശിർക്ക് ചെയ്യാത്തവരായി ഏകദൈവാരാധനയ്ക്ക് വേണ്ടി ഈ പരിശുദ്ധമായ ഗേഹത്തിലേക്ക് വരുന്ന ആളുകൾക്ക് വേണ്ടി ഇബ്രാഹീമേ വത്വഹിർ ബൈതി,
നീ എന്റെ വീടിനെ ശുദ്ധിയാക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് നടത്തിയ കരാറ് ഉണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ഉറപ്പിച്ചു നിർത്തുവാൻ നമുക്ക് കഴിയണം. ഏതെങ്കിലും ആരെങ്കിലും എവിടെ നിന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്ക് ബേജാറായി പോകേണ്ടവരല്ല ഞാനും നിങ്ങളും. മഹത്തായ ഭാഗ്യം ലഭിച്ചവരാണ്. എല്ലാവർക്കും ഈ ഭാഗ്യം ഉണ്ടാവുകയില്ല. എത്രയോ ആളുകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരാണ് നിന്റെ റബ്ബെന്ന് ചോദിക്കുമ്പോ, ആരാണ് നിന്റെ രക്ഷിതാവെന്ന് ചോദിക്കുമ്പോ അല്ലാഹ് എന്ന് ധൈര്യപൂർവം പറയാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പലരും മാറിയപ്പോ അല്ലാഹ് എന്ന് പറയാൻ, ആ അള്ളാഹുവിനെ മനസ്സിലാക്കുവാൻ, അള്ളാഹുവിന്റെ മഹനീയമായ അസ്മാഇ സിഫാത്തുകളെ കുറിച്ച് ചിന്തിക്കാനും പഠിക്കാനും അവസരം കിട്ടിയിട്ടുള്ള എന്റെയും നിങ്ങളുടെയും ബാധ്യത ഓരോ ദിവസവും വർദ്ധിക്കുകയാണ് എന്നാണ് ഇത്തരം സംഭവങ്ങളൊക്കെയും നമ്മെ പഠിപ്പിക്കുന്നത്. എന്ന് മാത്രമല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൗഹീദിന്റെ പ്രാധാന്യം പരിശുദ്ധമായ ഖുർആൻ മറച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അതിന്റെ മൂന്നിൽ ഒന്ന് ചർച്ച ചെയ്യുന്നത് തൗഹീദിനെ കുറിച്ചാണ്. അതിന്റെ അപകടങ്ങളെ കുറിച്ച്, ഉദാഹരണങ്ങളെ കുറിച്ച്, പ്രവാചകന്മാരുടെ വിവിധങ്ങളായ ചരിത്രങ്ങൾ നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണാം. ആ പ്രവാചകന്മാരുടെ ചരിത്രവും അവരുടെ വിഷയങ്ങളൊക്കെ പരാമർശിക്കുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത് മഹത്തായ ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദാണ്. അതുപോലെ നിങ്ങൾ നോക്ക്, അല്ലാഹുവിന്റെ റസൂൽ എന്തിനു വേണ്ടിയാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയത് എന്ന ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം പറയാനുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ചു എന്നതിന്റെ പേരിലാണ്, മുവഹ്ഹിദായി എന്ന കാരണത്തിലാണ്. എന്തിനു വേണ്ടിയാണ് ബദർ യുദ്ധമുണ്ടായത്? എന്തിനു വേണ്ടിയാണ് ഉഹദ് യുദ്ധമുണ്ടായത്? പ്രിയപ്പെട്ട പാവങ്ങളാകുന്ന മുസ്ലിമുകൾ, ഒരുപാട് മഹാരഥന്മാരാകുന്ന സ്വഹാബത്ത് പീഡനങ്ങൾ സഹിച്ചിട്ടുണ്ട്, യാതനകൾ സഹിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാം വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വേണ്ടി സംഭാവന ചെയ്ത മഹാരഥന്മാരാകുന്ന സ്വഹാബത്ത് എന്തിനു വേണ്ടിയാ അവർ ഈ പീഡനങ്ങളൊക്കെ സഹിച്ചത്? എന്തിനു വേണ്ടിയാ അവർ ഈ പീഡനങ്ങളൊക്കെ സഹിച്ചത്? അത് ഈ തൗഹീദിന് വേണ്ടിയായിരുന്നു. അപ്പോൾ നമ്മുടെ മുൻഗാമികളാകുന്ന ആ ആളുകൾ അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി, തൗഹീദിന് വേണ്ടി ഈ പീഡനങ്ങളൊക്കെ സഹിച്ചുവെങ്കിൽ ഇത്തരത്തിലുള്ള കുത്തുവാക്കുകൾ നമുക്കൊന്നും ഒരു വേദനയും നൽകേണ്ടതില്ല. മറിച്ച് ആർജവത്തോടുകൂടെ മുന്നോട്ട് പോകുവാനുള്ള പ്രചോദനമായിട്ടാണ് ഈ വിഷയത്തെ കാണേണ്ടത് എന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകിയിട്ടുള്ള മഹത്തായ ഒരു സന്ദേശമുണ്ട്. അല്ലദീന ആമനു വിശ്വാസികളാകുന്ന ആളുകൾ വലം യൽബിസു ഈമാനഹും ബിളുൽമ്, അവരുടെ വിശ്വാസത്തിൽ ഒരു തരിമ്പ് പോലും അക്രമം കലർന്നിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ശിർക്ക് അത് ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. എന്തുണ്ടെങ്കിലും ഒന്നും ഒരു തെറ്റുകളും ഉണ്ടാകാൻ പാടില്ല. പക്ഷേ എല്ലാത്തിനേക്കാളും കൂടുതൽ ഞാനും നിങ്ങളും ഭയപ്പെടേണ്ടത് ശിർക്കാണ്. അതാണ് ഏറ്റവും വലിയ മഹാപാപം എന്ന് സൂറത്തുൽ ലുഖ്മാനിൽ ഇന്ന ശിർക ലദുൽമുൻ അളീം എന്ന് അല്ലാഹ് പറഞ്ഞതാ. ഏറ്റവും വലിയ മഹാപാപം ഇവിടെ കൊലപാതകത്തിനേക്കാൾ, വ്യഭിചാരത്തിനേക്കാൾ, പലിശയേക്കാൾ, മദ്യപാനത്തേക്കാൾ, ആ ചൂതാട്ടത്തിനേക്കാൾ ഏതെല്ലാം തിന്മകൾ നമുക്കറിയുമോ, ആ തിന്മകളുടെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന തിന്മ ശിർക്കാകുന്നു. ആ ശിർക്കിനേക്കാളും വലിയ തിന്മയില്ല. അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടുകയും നേർച്ച വഴിപാടുകൾ സമർപ്പിക്കുകയും അല്ലാഹുവിന്റെ നാമവിശേഷണങ്ങൾ അല്ലാഹു അല്ലാത്തവർക്ക് വകവച്ചു കൊടുക്കുകയും ചെയ്യുക എന്നതാണ് ലോകത്ത് ഏറ്റവും വലിയ തിന്മ. നിങ്ങൾ നോക്ക്, വിശുദ്ധ ഖുർആനിലെ 100-ലേറെ സ്ഥലങ്ങളിൽ പറഞ്ഞതാ എല്ലാം കേൾക്കുന്നവൻ അല്ലാഹു മാത്രമാണ്, എല്ലാം അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. അദൃശ്യപരമായ കാര്യങ്ങൾ അറിയാൻ കഴിയുന്നത് അല്ലാഹുവിന് മാത്രമാണ് എന്ന് 100-ലേറെ ആയത്തുകൾ കൊണ്ട് സ്ഥിരപ്പെടുത്താൻ കഴിയുന്ന വളരെ വ്യക്തമായ വിഷയമായിട്ട് പോലും അല്ലാഹു മാത്രമേ ലാ യഅലമുഹാ ഇല്ലല്ലാഹ്, അല്ലാത്തവർക്ക് അദൃശ്യം അറിയില്ല, അല്ലാഹു അല്ലാത്തവർക്ക് അദൃശ്യപരമായ കാര്യങ്ങൾ അറിയില്ല എന്ന് ഖുർആൻ കട്ടായം പറഞ്ഞിട്ടും പലരും പറയുന്നത് അല്ലാഹു അല്ലാത്ത അമ്പിയാക്കൾക്കറിയാം, അല്ലാഹു അല്ലാത്ത ഔലിയാക്കൾക്കറിയാം. എന്നിട്ട് അതിനു വേണ്ടി വാദിച്ച് വിജയിച്ച് തർക്കിച്ച് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ സന്ദർഭങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത് ഹദീസുകളെ ദുർവ്യാഖ്യാനിച്ച്
തെളിവുണ്ടാക്കാൻ നോക്കുക. അല്ലാഹു അല്ലാത്ത അമ്പിയാക്കൾക്ക് ഔലിയാക്കൾക്ക് മരിച്ചുപോയ ആ ആളുകൾക്ക് അദൃശ്യം അറിയോ, നാം പറയുന്നത് അവർ കേൾക്കും, നാം വിളിച്ചാൽ അവർ കേൾക്കും, അവർ നമുക്ക് ഉത്തരം നൽകും എന്ന് സ്ഥാപിക്കാൻ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളും ഹദീസുകളും ദുർവ്യാഖ്യാനം ചെയ്യുമ്പോൾ നമ്മൾ അറിയേണ്ടത് വലം യൽബിസു ഈമാനഹും ബിദുൽമ, ഏറ്റവും വലിയ അക്രമം അത് അല്ലാഹു ശിർക്ക് ചെയ്യലാണ്. അത് അല്ലാഹു ഒരിക്കലും ഇഷ്ടപ്പെടാത്തതാണ്, അത് അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമാണ്. ആ ഒരു ശിർക്ക് നമ്മുടെ വിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിൽ അല്ലാഹു തആല അത്തരം ആളുകളോട് പറയാ ഉലൈക ലഹുമുൽ അംന, അത്തരം ആളുകൾക്ക് നിർഭയത്വമുണ്ട്, അവർക്കൊരു ഭയം ഉണ്ടാവില്ല. ആര് കണ്ണുരുട്ടി പേടിപ്പിച്ചാലും, ആര് എത്ര തന്നെ ബഹിഷ്കരണങ്ങൾ നടത്തിയാലും. ഇപ്പൊ വയനാട് ജില്ലയിൽ കഴിഞ്ഞ ഒരു ദിവസം ഒരു പ്രിയപ്പെട്ട തൗഹീദുള്ള ഒരു സഹോദരി മരണപ്പെട്ടപ്പോ നാട്ടുകാർ വന്നിട്ട് പറയാം, ഇവിടെ മറമാടാൻ പറ്റൂല, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല എന്ന ഉലൈക ലഹുമുൽ അംരു, അത്തരം ആളുകൾക്ക് നിർഭയത്വമുണ്ട്. വഹുമുൽ മുഹ്തദൂൻ, ആ തൗഹീദുള്ളവർ തന്നെയാണ് ഹിദായത്തുള്ളവർ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈമാനിൽ, വിശ്വാസതയിൽ, നമ്മുടെ തൗഹീദിൽ ഒരിക്കലും വെള്ളം ചേരാതെ അതിനെ പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. അല്ലാഹുവിനെ സൂക്ഷിച്ച് ഇടയ്ക്കൊക്കെ വിടാതെ ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത് ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തു ഫീ ഇബ്രാഹിം വല്ലദീന ആമനു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലും അദ്ദേഹത്തിലുള്ള വിശ്വസിച്ചവരിലും നിങ്ങൾക്ക് ഉദാത്തമായ മാതൃകയുണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല പറയുന്നത് എന്തിലാണ് ഇബ്രാഹിം നബിയിൽ മാതൃകയുള്ളത്? ഇദ് ഖാലൂ ലിഖൗമിഹിം ഇന്നാ ബുറആഉ മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ്. അല്ലാഹ് പ്രവാചകനാകുന്ന ഇബ്രാഹിം നബിയും വിശ്വാസികളും അവിശ്വാസികളാകുന്ന ആളുകളോട് പറഞ്ഞു, ഞങ്ങളും നിങ്ങളുമായി ഒരു ബന്ധവുമില്ല, ആദർശപരമായി ഒരു വിട്ടുവീഴ്ചക്കും ഞങ്ങൾ തയ്യാറല്ല. വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്ന ഓരോ വസ്തുക്കളെയും ഞങ്ങൾ ആരാധിക്കുകയില്ല. അതിലേക്കാണ് നിങ്ങൾ ഞങ്ങളെ ക്ഷണിക്കുന്നതെങ്കിൽ നിങ്ങളും ഞങ്ങളുമായി ആ വിഷയത്തിൽ ശത്രുത തന്നെയാണ്, അതിലൊരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ല എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും വിശ്വാസികളും അവിശ്വാസികളാകുന്ന ആളുകളോട് പറഞ്ഞതിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അതുകൊണ്ട് ഇത്തരം ആളുകളോടും നമുക്ക് പറയാനുള്ള മറുപടി അത് തന്നെയാകണം. ഞങ്ങൾ ഈ തൗഹീദിൽ നിന്ന് വ്യതിചലിക്കുകയില്ല, ഇത് പറയുന്നത് ഞങ്ങൾ അവസാനിപ്പിക്കുകയില്ല, ഞങ്ങളുടെ മരണം വരെയും ഈ തൗഹീദിൽ ഞങ്ങൾ അടിയുറച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്ന് വളരെ ധൈര്യത്തോടുകൂടെ പറയുവാനും പ്രഖ്യാപിക്കുവാനും പ്രചരിപ്പിക്കുവാനും നമുക്ക് കഴിയണം. അതിന് അല്ലാഹു തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഈ നിമിഷം വരെ വന്നു പോയ എല്ലാവിധ തെറ്റുകളും കുറ്റങ്ങളും ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാഫാക്കി നൽകണം റഹ്മാനെ. അല്ലാഹുവേ, തൗഹീദുള്ളവരായി ജീവിക്കുവാനും തൗഹീദുള്ളവരായി മരണപ്പെടുവാനും തൗഹീദുള്ള മുവഹ്ഹിദുകളോടൊപ്പം നിന്റെ സ്വർഗ്ഗത്തിൽ ഒത്തുചേരുവാനും ഞങ്ങൾക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ ദുആനാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا بمغفرتك وارحمنا برحمتك يا أرحم الراحمين.